ഹലോ, വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ലോഗ്. അപ്പം നമ്മൾ ക്രിസ്മസ് സീരീസിൽ നമ്മൾ ഓൾറെഡി 2 വൈൻ റെസിപ്പീസ് ഷെയർ ചെയ്തു. ക്യാരറ്റ് വൈനും അതേപോലെ പഴത്തിൻ്റെ വൈനും. അത് രണ്ടും 10 ദിവസം കൊണ്ട് നല്ല സ്ട്രോങ് വൈൻ ചെയ്യാനുള്ള റെസിപ്പീസ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് വേണ്ടിയിട്ട് 7 ദിവസം കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആപ്പിൾ വൈൻ ചെയ്യുന്ന റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ നമ്മൾ കപ്പ് കേക്കിൻ്റെ റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ആപ്പിൾ വൈൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. മുന്നിലത്തെ വൈൻ റെസിപ്പീസൊക്കെ പോലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വൈൻ റെസിപ്പി തന്നെയാണ് ആപ്പിളിൻ്റെ വൈനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ആപ്പിൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 2 ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു അളവാണ് കാണിച്ചു തരുന്നത്. കട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈന് തെളിഞ്ഞു വരാൻ കുറച്ചധികം സമയമെടുക്കും. ക്യാരറ്റ് വൈന് പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി അതിലേക്ക് 1 കപ്പിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 250 ഗ്രാം പഞ്ചസാര. അതേപോലെ സ്പ്രൗട്ടഡ് ബീറ്റാണ് ചേർത്തിട്ടുള്ളത്. മുളപ്പിച്ച ഗോതമ്പ് എന്തിനാണ് ചേർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നല്ല വീര്യമുള്ള വൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളപ്പിച്ചിട്ട് ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ട് ഏലക്കായ, ഗ്രാമ്പു, അതേപോലെ പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ലിറ്റർ വെള്ളമാണ് ഈ കുപ്പിക്ക് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴും കുപ്പി നിറഞ്ഞ് ആവാതെ അതിൻ്റെ ഒരു 1/4 ഭാഗത്തിൻ്റെ അത്രയും വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ. അപ്പോഴാണ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരിക. ഫെർമെൻ്റ് ആകുമ്പോൾ ഇത് പൊന്തി വന്നിട്ട് കുപ്പി പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നിറച്ച് ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. അതേപോലെ തന്നെ കുപ്പിയുടെ മൂടി ഒരിക്കലും ടൈറ്റായിട്ട് മൂടരുത്. ഒരു ഹാഫായിട്ട് ലൂസായിട്ടിട്ട് വേണം മൂടാൻ വേണ്ടിയിട്ട്. നന്നായി തടിത്തവിയൊക്കെ ഇട്ട് ഇളക്കിയ വൈൻ മൂടി വെച്ചതിന് ശേഷം 3-ാമത്തെ ദിവസവും 5-ാമത്തെ ദിവസവും നമ്മൾ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതായത് അടി ചേർത്തിട്ട് ഒരു തടിത്തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കും. അങ്ങനെ ഇളക്കുമ്പോഴാണ് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കുക. അതിനുശേഷം നമ്മളിത് 7-ാമത്തെ ദിവസമാണ് വീണ്ടും എടുക്കുക. 7-ാമത്തെ ദിവസം നമ്മളെടുത്ത് ഒരു അരിപ്പയിലൂടെയോ അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള തുണിയിലൂടെയൊക്കെ സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ഉണങ്ങിയ കുപ്പിയിൽ ഇതാക്കി വെക്കാവുന്നതാണ്. കുപ്പി നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ലൊരു വൈൻ സെറ്റായ വൈനിൻ്റെ ഒരു സ്മെല്ലാണ് ആ റൂം മൊത്തം ഉണ്ടാകുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മുടെ വൈൻ എന്നുള്ളത്. അപ്പോൾ 7 ദിവസത്തിന് ശേഷം വേണം നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം സ്ട്രെയിൻ ചെയ്ത വൈൻ കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുപ്പിയുടെ അടിയിലേക്ക് ഈ ആപ്പിളിൻ്റെ ഒക്കെ എല്ലാ മട്ടും കൂടെ ഊറി നിൽക്കുന്നുണ്ടാകും. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് കുറച്ച് വ്യത്യസ്തമായ രുചികളിലുള്ള വൈനുകളാവട്ടെ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത്. 7 ദിവസം കൊണ്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആപ്പിൾ വൈൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം. അതുപോലെ നമ്മൾ മറ്റ് 2 വൈൻ റെസിപ്പീസും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ് ചക്കീസ് വ്ലോഗ്.